പാടി ഞാൻ മൂളക്കമാലേ ഒരു പാട്ട് തന്നാലേ നോക്കി നീ വാതിൽക്കലാലേ. നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോൻ്റെ ഓരോ ക്ലിപ്പിനിടയിലും ഒരു എഫക്റ്റ് ചേർത്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം നമ്മൾ ഇന്നലത്തെ ചെയ്ത വീഡിയോ പലരും മറന്നിട്ടുണ്ടാവും, അപ്പോൾ ഒന്നുകൂടി കാണിച്ചു തരികയാണ്. പെട്ടെന്ന് കാണിച്ചു തരുന്നുണ്ട്. ആദ്യം നമ്മൾ ഈ ആപ്പ് ഉപയോഗിക്കുക. ക്വായ്ക്കട്ട് എന്നുള്ള ആപ്പാണ് ഉപയോഗിക്കുന്നത്. അതിൽ ന്യൂ എഡിറ്റിങ്, നമുക്ക് വേണ്ടുന്ന വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, താഴെ കാണുന്ന ഡൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ വീഡിയോ നമ്മുടെ എഡിറ്റിങ്ങിൻ്റെ ആപ്പിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ക്ലിപ്പുകളൊക്കെ ടൈം പീരീഡ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിപ്പിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2.6 സെക്കൻഡ്, അടുത്ത ക്ലിപ്പ് 4.4 സെക്കൻഡ്, അതായത് 4 സെക്കൻഡും 4 മില്ലി സെക്കൻഡ് അങ്ങനെയാണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓരോ ക്ലിപ്പ് എടുത്തിട്ട് നമുക്ക് 2 സെക്കൻഡ് ആക്കുകയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 2 സെക്കൻഡ്. ഓക്കെ, 2 സെക്കൻഡായി. ഈ ക്ലിപ്പ് നമുക്ക് 2 സെക്കൻഡ്. ഓരോ ക്ലിപ്പുകളും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സൂം ചെയ്യുന്നത്. ഇത് എൻ്റെ അർത്ഥം ക്ലിപ്പുകൾ വലുതായി പോവുകയോ അല്ലെങ്കിൽ സ്ലോ മോഷൻ ആവുകയോ ഒന്നുമല്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കറക്റ്റ് പോർഷൻ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അതിനെ നമ്മൾ വലുതാക്കിയിട്ട് നമുക്ക് കറക്റ്റ് ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഓക്കെ, ഈ ബോട്ട് വരുന്ന ഈ ഒരു ഭാഗം കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഈ ആൾ ആദ്യം നീല ഷർട്ടിട്ട ആൾ നടന്നു പോകുന്നുണ്ടല്ലോ, അയാളിനെ മാത്രം കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അല്ലേ, ഇവിടെ വെച്ചിട്ടാണ് ആൾ കംപ്ലീറ്റ് ആവുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇവിടെ സ്പ്ലിറ്റ് എന്ന് കൊടുത്തു വിചാരിക്കുക. നമുക്ക് ഈ ക്ലിപ്പിൽ ഇയാളും ഈ ക്ലിപ്പിൽ അയാളില്ലാത്ത ഭാഗമാണ് കാണുന്നത്. എന്നാൽ സ്പീഡിലാണ് ആൾ നടന്നു പോകണമെങ്കിൽ നമുക്കിതുപോലെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് വന്ന് പോവുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പക്ഷി ചിലപ്പം പറന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കട്ട് ചെയ്ത് കളയണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലിപ്പിനെ ഇതുപോലെ സൂം ചെയ്യും. ജസ്റ്റ് അറിയാതെ ആഡായി വന്നതാണ്, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് കൊടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിതുപോലെ സൂം ചെയ്തിട്ട് അയാൾ പോകുന്ന ഭാഗത്തെ ഓരോ പോയിൻ്റായിട്ട് ലാസ്റ്റ് അയാളെ ഷർട്ടിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് കിട്ടും. അങ്ങനെ മാക്സിമം സൂം ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ. നമ്മൾ ചില എഫക്റ്റ്, എഴുത്ത് ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് നല്ല ഉപകരിക്കും. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞായിരുന്നു, ജസ്റ്റ് കാണിച്ച് തന്നെന്ന് മാത്രം. ഇങ്ങനെ ചെയ്യണ എന്തിനാണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് എല്ലാ ക്ലിപ്പുകളും 2 സെക്കൻഡാക്കി മാറ്റാം. പെട്ടെന്ന് ആക്കാം. ഓരോ ക്ലിപ്പ് നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ സെക്കൻഡ് കുറഞ്ഞു വരുന്നത് കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്പ്ലിറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നേ ഉള്ളൂ കേട്ടോ. ഇത് ചെറിയ ക്ലിപ്പാണ്, 1.5 സെക്കൻഡ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യണില്ല. അതിന് ശേഷം ഇവിടെ ഒരു ക്ലിപ്പുണ്ട് 2 സെക്കൻഡ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടാകുന്ന ഇതിലൊരു പാട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ റോ ക്ലിപ്പുകളുടെ സൗണ്ടാണുള്ളത്. ഞാൻ കേൾപ്പിച്ച് തരാം. ഓക്കെ, നമുക്ക് ആ സൗണ്ടുകളൊക്കെ മ്യൂട്ടാക്കണമെങ്കിൽ ഇവിടെ ഒരു മ്യൂട്ടുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ മ്യൂട്ട് ഓൺ ആവും. നമുക്ക് ഈ കാണുന്ന ക്ലിപ്പുകൾ കംപ്ലീറ്റ് ഇപ്പോൾ സൗണ്ട് ഇല്ലാതെയാണ് വർക്ക് ചെയ്യുക. കണ്ടോ? ഓക്കെ, നമുക്കിതിലൊരു പാട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പാട്ട് എങ്ങനെയാണ് ഗാലറിയിൽ നിന്ന് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ഇമ്പോർട്ട് എന്നുള്ളതിൽ പോയിട്ട് ലോക്കൽ ഓഡിയോ, നമ്മുടെ ഫോണിലുള്ള ഓഡിയോ ആണ് എടുക്കുന്നത്. പാടി ഞാൻ എന്ന് പറയുന്ന തമാശയത്തെ സോങ്ങാണ് നമ്മൾ എടുക്കുന്നത്. യൂസ് എന്ന് കൊടുക്കുക അല്ലേ.
യൂസിന് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ ആഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ പാട്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി പാട്ടിന് മുകളിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിയിൽ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. ജസ്റ്റ് അതിന് ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ടോട്ടലി നമ്മുടെ വീഡിയോക്ക് വേണ്ടുന്ന എഡിറ്റിംഗ് ഓണാവും. അത് ഞെക്കിക്കഴിഞ്ഞാൽ അതിനുള്ള എഡിറ്റിംഗ് ഓണാവും. ക്ലിപ്പ് ഞെക്കിക്കഴിഞ്ഞാൽ ക്ലിപ്പുകൾക്കുള്ള എഡിറ്റിംഗ് ഓണാവും. ഓക്കെ, എപ്പോഴും നമ്മൾ ഇതുപോലെ ബാക്ക് അടിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാതെ എഡിറ്റായി പോവുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്ത പരിപാടി നമുക്ക് ഈ പാട്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഓരോ ക്ലിപ്പുകൾക്ക് ഇടയിൽ നമ്മൾ പറഞ്ഞില്ലേ, ഓരോ ക്ലിപ്പുകൾക്ക് ഇടയിൽ ഇങ്ങനെ ഓരോ ഓരോ എഫക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ നെറ്റ് ഓഫ് ആക്കിയിട്ടുകൊണ്ട് പ്രത്യേകിച്ച് എഫക്റ്റുകളൊന്നും വരാത്തതാണ്. നമുക്ക് നെറ്റ് ഓൺ ആക്കിയിട്ടൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്കിനി നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിൽ എഫക്റ്റ് ഞെക്കി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണിക്കുന്നത് നോക്കി നോക്കാം. ഇതിലല്ല, നമുക്ക് ആ രണ്ടിൻ്റെ ഇടയിലുള്ള ഭാഗമല്ലേ ഒരു വൈറ്റ് ബോക്സായിട്ട് കാണുന്നു, അതാണ് ടച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപാട് ട്രാൻസിഷൻസ് കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫസ്റ്റ് കാണുന്നതാണ് നമ്മൾ ഞെക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ കാണിക്കുക കണ്ടോ. അടുത്ത ക്ലിപ്പ് ആഡ് ആവുന്ന രീതി രണ്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, ഒരു പേജ് മറിഞ്ഞു പോകുന്ന പോലെ. നമുക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരെണ്ണം ഇതന്നെ കൊടുക്കാം കേട്ടോ. ഈ സ്ലാഷ് എന്നുള്ള രണ്ടാമത്തെ നമുക്ക് വേറെ ഏതെങ്കിലും ഒന്ന് കൊടുക്കാം. രണ്ടാമത്തത് ഒരുപാടുണ്ട്. ബേസിക്സിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ട്, എഫക്ട്സിലുണ്ട്, അങ്ങനെ ഒരുപാട് എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു സ്ലാഷ് ബാക്ക് ഉണ്ട്, ഇതുപോലെ ഉണ്ടോ ഇങ്ങനെയുള്ളത്. നമുക്ക് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സേവ് ആവും. അടുത്ത ഞെക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ എഫക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ ഓരോന്ന് വേണ്ടത് നോക്കുക. ഓക്കെ, അടുത്തത് ഞെക്കി. അപ്പോൾ എന്താണ് കാണിക്കുന്നത്? അപ്പോൾ ഷെയ്ക്കായിട്ട് സ്പ്ലിറ്റ് ആവണമെന്നാണ്. അത് വേണ്ട, അത് രസമില്ല. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അങ്ങനെ നമുക്ക് വേണ്ടുന്ന ഓരോ എഫക്റ്റുകൾ നമ്മളിങ്ങനെ കണ്ടുപിടിക്കുകയാണ്. പെട്ടെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന അത്ര എഫക്റ്റുകൾ കണ്ടുപിടിക്കുക, എന്നിട്ട് ആഡ് കൊടുക്കുക. അത് മാത്രമാണ് ഇന്നത്തെ ഇതിലുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം. ലാസ്റ്റ് നമുക്കൊരു ഫേഡ് ഔട്ട് പോലെ ബ്ലാക്ക് കൊടുക്കാം. ഇവിടെ എൻഡിങ് ഉണ്ട്. എൻഡിങ് സ്ക്രീൻ നമുക്ക് ആവശ്യമില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫുൾ സ്ക്രീൻ ഞെക്കിയിട്ട് നമ്മൾ ചെയ്ത വീഡിയോ എഡിറ്റ് കാണാം. ഓക്കെ, ബേസിക്കായിട്ട് നമ്മൾ എഫക്റ്റ് എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ഇത് അപ്ലോഡ് റെൻഡർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഇടുക. നമ്മൾ ഡൺ കൊടുക്കുന്നതിന് മുന്നേ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. മാക്സിമം യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ഫുള്ള് ബിറ്റ് റേറ്റും ഫ്രെയിം റേറ്റും കൂട്ടിയിട്ട് കൊടുക്കുക. ഇനി ഇൻസ്റ്റയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 180p റെസൊല്യൂഷനിൽ 30 FPS അല്ലെങ്കിൽ 60 FPS കൊടുത്തിട്ട് ബിറ്റ് റേറ്റ് ഓട്ടോമാറ്റിക് എത്ര വരുന്നത് അതിൽ തന്നെ റെൻഡർ ചെയ്തെടുക്കുക. നമ്മൾ യൂട്യൂബിലേക്ക് ആയതുകൊണ്ട് ഫുള്ളായിട്ട് എടുക്കണം നമ്മൾ. ഓക്കെ, ഡൺ കൊടുക്കുക. കീപ്പ് ആൻഡ് എക്സ്പോർട്ട് കൊടുക്കുക. ഓക്കെ, വീഡിയോ എക്സ്പോർട്ട് ആയി പോകുന്നുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എനിക്ക് പഠിഞ്ഞ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇതിൽ നല്ല ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് യൂട്യൂബിലുണ്ടാവും. ഇതൊക്കെ കണ്ടിട്ട് പഠിക്കുക. ഇത് ഞാനൊരു കൺസിസ്റ്റൻസി വരുത്താൻ വേണ്ടിയിട്ട്
വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, നല്ല നല്ല വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഭാവിയിൽ നമുക്ക് ചെയ്യേണ്ടത്. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് പഠിപ്പിച്ച് തരാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത വീഡിയോ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ ഓരോ എഡിറ്റും ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. നമ്മളിതിപ്പോൾ സ്ഥിരം ഒരേ പാറ്റേണിൽ ചെയ്യണോണ്ടാണ് ഇങ്ങനെ കാണുന്നത്. വേറെ വേറെ വീഡിയോ ആണെങ്കിൽ വെവ്വേറെ പ്രൊഫൈലിലായിരിക്കും ഇതൊക്കെ കിടക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ പ്രീസെറ്റാണ്, ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് യൂസ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ജസ്റ്റ് വീഡിയോ കൂടി കണ്ടിട്ട് ഞാൻ നിർത്താം. എങ്ങനെയാണ് നമ്മുടെ പാട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ലാസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഴിഞ്ഞ തവണ കാണിച്ചതാണ്, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ വീഡിയോ. ഓക്കെ, നമ്മുടെ സ്ക്രീൻ റെക്കോർഡിൽ പാട്ട് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്, കാണിച്ചു തരാം. നമുക്ക് വേണ്ടുന്ന പാട്ട് ആദ്യം നമ്മൾ ഇൻസ്റ്റയിൽ പോയിട്ട് പൊന്നാനി സെർച്ച് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട റീലിൻ്റെ പാട്ടാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പറ്റുന്ന റീലുകൾ കണ്ടെത്തുക. എന്നിട്ട് അതിൻ്റെ സോങ്ങിൽ നിന്നുള്ള ഒരു ഭാഗം ഉണ്ടാവില്ല, അതിൻ്റെ ലാസ്റ്റ് റൈറ്റ് സൈഡിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. കാണിച്ചു തരാം. കണ്ടോ, ഇതിൻ്റെ സോങ്ങാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ പാട്ട് അവിടെ കാണിക്കും. ഞാൻ പാടി ഞാൻ എന്നുള്ള തമാശയിലത്തെ പാട്ടാണ്. നമുക്ക് നേരെ യൂട്യൂബിൽ ചെല്ലുക. യൂട്യൂബിൽ നമുക്ക് പാടി ഞാൻ എന്നുള്ളത് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ 3 ഡോട്ട്സിൽ ഞെക്കുക. ഇവിടെ 3 ഡോട്ട്സിൽ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഷെയർ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് കോപ്പി ലിങ്ക് കൊടുക്കുക. ലിങ്ക് കോപ്പി ആയി കഴിഞ്ഞാൽ ക്രോമിൽ വന്നിട്ട് നമ്മൾ YT to MP3 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നൊരു സൈറ്റ് കാണാം നിങ്ങൾക്കൊരു നീല കളറിൽ. ഇതാ ഈ സൈറ്റ്, അതിൽ കയറിയിട്ട് നമ്മൾ ആ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് കൺവേർട്ട് എന്നുള്ളത് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നോട്ടിഫിക്കേഷൻസൊക്കെ ബ്ലോക്ക് ചെയ്തിടുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ ഡൗൺലോഡായിട്ട് വരും. എക്സ്ട്രാക്റ്റായി കൺവേർട്ടായി. പിന്നെ ഇവിടെ അത് മ്യൂസിക് കാണിക്കും ഡൗൺലോഡ് എന്ന് കണ്ട്. ആ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ ഡൗൺലോഡാവും. ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് കാണാൻ പറ്റും. ഓക്കെ, ഡൗൺലോഡായി കഴിഞ്ഞ് ഇനി അത് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ പാട്ട് അവിടെ നമ്മുടെ ഗാലറിയിൽ പോയി കിടക്കുന്നുണ്ടാവും. നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ലോക്കൽ എന്നുള്ള ആ ഒരു ഭാഗത്ത് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എടുത്തിട്ട് നമ്മുടെ വീഡിയോക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത ചെറിയ ചെറിയ അപ്ഡേഷൻസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.